ലാമിയോൻ്റെ ഓൾ ഡേ സ്റ്റേ പീൽ ഓഫ് ലിപ് ടാറ്റൂ കിറ്റ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ഇതിന് പല ഷെയ്ഡ്സ് ഉണ്ട്. ഐ തിങ്ക് 3 or 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇതൊരു ടിൻറ്റ് പോലെയാണ്, അത് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നിട്ടൊരു ആക്ടിവേറ്റർ സ്പ്രേ ഉണ്ട്, അത് സ്പ്രേ ചെയ്ത് വെച്ചിട്ട് പീൽ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കൈൻഡ് ഓഫ് നാച്ചുറൽ ലുക്ക് തരുന്നൊരു ടിൻറ്റ് വരും. ആൻഡ് അത് കുറേ നേരം സ്റ്റേ ചെയ്യും എന്നൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ കാണുന്നത്. ഒരു കൈൻഡ് ഓഫ് ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ടിൻറ്റ് എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബ്ലൂ കളർ ഉണ്ടല്ലോ, ഇത് കാണാൻ നല്ല ഫങ്കി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളർ എന്ത് വരും എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആൻഡ് ഇന്നത്തെ ഐ മേക്കപ്പ് എങ്ങനെയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതൊരു ഇൻറ്റൻസ് സ്മോക്കിയായി ആണ് ഞാൻ ചെയ്തത്, ഒരു ബേസിക് മേക്കപ്പ് അല്ല. ഐ നോ ഇറ്റ് ഈസ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഇൻറ്റൻസ്, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഐ മേക്കപ്പ്. പ്രത്യേകിച്ചും ആ ലെൻസും ആ ഐ മേക്കപ്പുമായിട്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് നോക്കിയത്. എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അഭിപ്രായം കമൻസിൽ പറയണേ. ആൻഡ് യാ, അപ്പം ഞാൻ ഈ ലിപ് ടിൻറ്റിൻ്റെത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനൊരു സ്മെല്ലുണ്ടല്ലോ, ഒരു സ്വീറ്റ് കോസ്മെറ്റിക് അതിൻ്റെ ഒരു സ്മെല്ലാണ്. നല്ലൊരു ഒത്തിരി അങ്ങ് ഹാർഷ് സ്മെല്ലായിട്ട് തോന്നിയില്ല. പക്ഷേങ്കിൽ ലിപ്സിൽ അപ്ലൈ ചെയ്ത് ഒരു ഇച്ചിരി ആയപ്പോൾ തന്നെ ഒരു നീറ്റൽ പോലെ ഒരു ടിങ്ക്ലിങ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് ഒരു ടെൻഷൻ തോന്നി, ഇതെന്താ അങ്ങനെയെന്ന് ഞാൻ വെച്ചു. പിന്നെ ഇനി ലിപ് പീലല്ലേ, അപ്പോൾ എന്തെങ്കിലും അപ്ലൈ നമ്മൾ പീൽ ഓഫ് മാസ്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ പൊതുവേ ഒരു ചെറിയ ടിങ്ക്ലിങ് സെൻസേഷൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ലിപ് പീൽ ഓഫ് മാസ്ക് ആണ്, അപ്പം മേ ബി അതിൻ്റെ ടിങ്ക്ലിങ് ആയിരിക്കുമെന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് മാറി. നമ്മൾ ലിപ് പ്ലംപറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടിങ്ക്ലിങ്ങില്ലേ, ആ ടൈപ്പിൽ ടിങ്ക്ലിങ്ങാണ് തോന്നിയത്. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു. ഒരു 10-40 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ആക്ടിവേറ്ററുണ്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മളത് പീൽ ഓഫ് ചെയ്യേണ്ടത്. അപ്പം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ആൻഡ് അതിനും വലിയ സ്ട്രോങ് സ്മെല്ലോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തു, കാരണം ഉള്ളിലേക്ക് പോകണ്ട എന്നുള്ളൊരിതിൽ. ആൻഡ് പീൽ ചെയ്യാനും വളരെ സോഫ്റ്റായിട്ട് നമ്മളിങ്ങനെ തട്ടിച്ച് കൊടുത്താൽ തന്നെ അപ്പം തന്നെ അത് റിമൂവായി പോകുന്നുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണമെങ്കിൽ തുടച്ച് നീക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ എടുത്താലും മതി. ആൻഡ് ഇത് കളർ കണ്ടിട്ട് കുറച്ചിരി ഏറെ ബ്രൈറ്റായി തോന്നി. പക്ഷേ ഞാനിങ്ങനെ മുഖമൊക്കെ ഒന്ന് തുടച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് സട്ടിലായി. ഒരു വളരെ ലൈറ്റ് ടിൻറ്റായിട്ടാണ് തോന്നിയത്. നേരിൽ കാണുമ്പോൾ തീരെയും എന്തെങ്കിലും അപ്ലൈ ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ട്രാൻസ്ഫർ ആവാൻ നിൽക്കാതെ ലൈക്ക് കുറച്ചും കൂടെ കൈൻഡ് ഓഫ് ഒരു നാച്ചുറൽ ഫീലാണ് തന്നത്. ഇത് ഹോൾ ഡേ നിന്നോയെന്ന് വെച്ചാൽ ഞാനത് ആക്ച്വലി അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ചെയ്ത് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹോൾ ഡേ എന്ന് വെച്ച് നോക്കി എങ്ങനെയുണ്ട്, അത് എത്രത്തോളം നേരം നിൽക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് അതിന് മേലെ ഞാനൊരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്തു. ഞാൻ ഈ യൂസ് ചെയ്യുന്ന ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞാൽ മാഴ്സിൻ്റെ ചെറി കോള എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ് ഗ്ലോസ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ലിപ് ഗ്ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ഒരുപാട് സ്റ്റിക്കി ഫീലിംഗ് ഇല്ല.